നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങൾ ഇങ്ങെത്തി. സെപ്റ്റംബർ മാസത്തിൽ ബ്രസീലിന് 2 വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങൾ കളിക്കാനുണ്ട്. ഈ മത്സരങ്ങൾക്കായുള്ള ബ്രസീൽ ടീമിനെ കോച്ച് ഡൊറിവാൾ ജൂനിയർ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. എന്ന് പ്രഖ്യാപിക്കും എന്നുള്ളത് ആരാധകർ ഉറ്റുനോക്കുകയാണ്. ഇപ്പോൾ അതിനൊരു വ്യക്തത വന്നിരിക്കുകയാണ്. ബ്രസീലിയൻ മാധ്യമം ഗ്ലോബോ എന്ന് എപ്പോൾ ഡൊറിവാൾ ജൂനിയർ സെപ്റ്റംബർ മാസത്തിലെ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങൾക്കായി ബ്രസീൽ ടീമിനെ പ്രഖ്യാപിക്കുമെന്നുള്ളത് പുറത്തുവിട്ടിരിക്കുകയാണ്. ബ്രസീലിന് 2 മത്സരങ്ങൾ, ഒന്ന് സെപ്റ്റംബർ 6-നും മറ്റൊന്ന് സെപ്റ്റംബർ 10-നുമാണ്. ഇന്ത്യൻ സമയം പറയുമ്പോൾ സെപ്റ്റംബർ 7-ന് പുലർച്ചെ 6:30 AM ബ്രസീലും ഇക്വഡോറും തമ്മിൽ ഏറ്റുമുട്ടുന്നത്. ബ്രസീലിൽ വെച്ചിട്ടാണ് കളി. രണ്ടാം മത്സരം ഇന്ത്യൻ സമയത്തിൽ പറഞ്ഞാൽ സെപ്റ്റംബർ 11-ന് പുലർച്ചെ 6 മണിക്കാണ് പരാഗ്വേയും ബ്രസീലും തമ്മിൽ പരാഗ്വേയിൽ വെച്ചിട്ടാണ് ആ കളി നടക്കുന്നത്. നമുക്കറിയാവുന്ന പോലെ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ ബ്രസീൽ അത്ര മികച്ച രൂപത്തിലല്ല മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കോളപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കോപ്പ അമേരിക്കയിലും നിരാശയായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ വിജയിച്ചു കൊണ്ട് മുന്നോട്ട് പോവേണ്ടതുണ്ട്. ഡൊറിവാൾ ജൂനിയർ തൻ്റെ ടീമിനെ പ്രഖ്യാപിക്കുന്നത് നാളെയാണ്, അതായത് വെള്ളിയാഴ്ച. നാളെ 11:30 AM ബ്രസീലിയൻ സമയം 11:30 AM അദ്ദേഹം ടീമിനെ പ്രഖ്യാപിക്കുന്നത് എന്നാണ് ഇപ്പോൾ ഗ്ലോബോ അറിയിക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ സമയം പറഞ്ഞാൽ നാളെ രാത്രി 8 മണിക്കാണ് ബ്രസീലിൻ്റെ ടീമിനെ കോച്ച് പ്രഖ്യാപിക്കുന്നത്. ആരൊക്കെ ഉണ്ടാവും എന്നുള്ളതാണ് ആരാധകർ ഏതായാലും ഉറ്റുനോക്കുന്നത്. വേൾഡ് കപ്പ് ക്വാളിഫയറിൽ ബ്രസീൽ അത്ര മികച്ച രൂപത്തിലല്ല എന്ന് നമ്മൾ പറഞ്ഞല്ലോ. 3 മത്സരങ്ങൾ ഓൾറെഡി തോറ്റ് കഴിഞ്ഞു ക്വാളിഫയറിൽ എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇങ്ങനെ സാധാരണഗതിയിൽ ബ്രസീലിന് സംഭവിക്കാറില്ലാത്തതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ 6-ാം സ്ഥാനത്താണ് സൗത്ത് അമേരിക്കൻ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ ബ്രസീൽ നിൽക്കുന്നത്. 6 കളി കളിച്ചിട്ട് 2 ജയം, 1 സമനില, 3 തോൽവി, 7 പോയിൻറ്റ്. 6-ാം സ്ഥാനത്താണ് ബ്രസീൽ. അർജൻറ്റീനയ്ക്ക് അവരുടെ അടുത്ത 2 കളികൾ ജയിച്ചാൽ അവർക്ക് വേൾഡ് കപ്പിന് ക്വാളിഫിക്കേഷൻ കിട്ടും. ബ്രസീലിൻ്റെ കാര്യമോ, ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം ഇനി പരാജയം അവർ താങ്ങില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ പുതിയ വേൾഡ് കപ്പ് ക്വാളിഫിക്കേഷൻ റൂൾസ് അനുസരിച്ച് കൂടുതൽ ടീമുകൾ അടുത്ത വേൾഡ് കപ്പ് കളിക്കുമല്ലോ. അതുകൊണ്ട് സൗത്ത് അമേരിക്കയിൽ നിന്ന് 6 ടീമുകൾക്ക് നേരിട്ട് യോഗ്യത ലഭിക്കും. ഈ 7ാമത്തെ ടീമിന് ഒരു ഇൻ്റർ കോണ്ടിനെൻ്റൽ പ്ലേ ഓഫിനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഡേഞ്ചറിലൊന്നുമല്ല ബ്രസീൽ നിൽക്കുന്നത്. എങ്കിലും ബ്രസീൽ ടീമിൻ്റെ നിലവാരത്തിനൊത്തുള്ള ഒരു സ്ഥാനത്തല്ല എന്നതാണ് യാഥാർത്ഥ്യം. ഒരു തിരിച്ചു വരവിന് ഈ സെപ്റ്റംബർ മാസത്തിലെ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങളോടെ തുടക്കമാവുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.